നമസ്കാരം, ന്യൂസ് എഡിറ്റർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധാന ചർച്ചയിൽ പുരോഗതിയെന്ന് ഇറാനും യുഎസും. യുദ്ധം പുനരാരംഭിച്ചാൽ കനത്ത തിരിച്ചടി ഇറാൻ. ടെഹ്റാനിൽ നിന്നുള്ള വാർത്തയാണ്. യുഎസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ്. വെടിനിർത്തൽ കാലാവധിയിൽ ഇറാൻ തങ്ങളുടെ സൈന്യത്തെ പുനർനിർമ്മിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ചർച്ചകൾക്കായുള്ള ഇറാൻ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഖാലിബാഫാണ്. വെടിനിർത്തൽ കാലയളവിൽ സേന സജ്ജമായിട്ടുണ്ട്. ട്രംപ് ഇനിയും ഒരു മണ്ടത്തരം കാണിച്ച് ആക്രമണത്തിന് മുതിർന്നാൽ അത് യുഎസിന് കൈപ്പേറിയ അനുഭവമാകും, ഖാലിബാഫ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. സമാധാന ചർച്ചയിൽ പുരോഗതിയെന്ന് ഇറാനും യുഎസും. വാഷിംഗ്ടണിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇറാൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ടെഹ്റാനിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചയിൽ പുരോഗതിയുണ്ടായെന്ന സൂചനയുമായി യുഎസും ഇറാനും രംഗത്തെത്തി. ഇരു രാജ്യങ്ങളുടെയും ആവശ്യങ്ങളിൽ വിടവുകളുണ്ടെങ്കിലും കരാറിന്റെ കരട് ചട്ടക്കൂട് തയ്യാറാക്കി തുടങ്ങിയെന്ന് ഇറാൻ അറിയിച്ചു. 14 പോയിന്റുകളുള്ള ധാരണാപത്രത്തിനാണ് രൂപം നൽകുന്നത്. ഇതിൽ ചർച്ചകൾ നടന്ന ശേഷമായിരിക്കും അന്തിമ കരാർ. ഹോർമോസ് തുറക്കുക, ഇറാനുമേലുള്ള യുഎസ് നാവിക ഉപരോധം അവസാനിപ്പിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കരാറിന്റെ ഭാഗമാണെന്നും ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരണാപത്രത്തിന്റെ ഭാഗമായിരിക്കില്ലെന്നും ഇറാൻ അറിയിച്ചു. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്നും യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു. അതിനിടെ ആക്രമണം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് ആശങ്കയ്ക്കും ഇടയാക്കി. സമാധാന കരാറിലെത്താനായി ഇല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയുണ്ടെന്ന് യുഎസ് മാധ്യമമായ ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെ ദേശീയ സുരക്ഷാ സംഘത്തിന്റെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത ട്രംപ് ഇറാനുമായുള്ള ചർച്ചകളുടെ പുരോഗതി, നയതന്ത്രം പരാജയപ്പെട്ടാലുള്ള മുന്നോട്ടുപോക്ക്, സൈനിക തയ്യാറെടുപ്പുകൾ എന്നിവ സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വിവാഹ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാതെ ട്രംപ് വാഷിംഗ്ടണിൽ തുടരുന്നത് ആക്രമണത്തിന്റെ സൂചനയാണെന്ന പ്രചാരണമുണ്ടായി. അദ്ദേഹത്തിന്റെ വാരാന്ത്യ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്കായി വെള്ളിയാഴ്ച അസീം മുനീറും ഖത്തറിൽ നിന്നുള്ള നയതന്ത്ര സംഘവും ടെഹ്റാനിൽ എത്തിയിരുന്നു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന ചർച്ചകൾക്ക് ശേഷമാണ് അസീം മുനീറിന്റെ സന്ദർശനം. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദി തുടങ്ങി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അസീം മുനീർ കൂടിക്കാഴ്ച നടത്തി.